പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ബിഫോർ സിറ്റിംഗ് ദ സീറ്റ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആഫ്റ്റർ സിറ്റിംഗ് ദ സീറ്റ്, അതായത് ഈ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ അതിനായി ആദ്യമേ പ്രോപ്പറായിട്ട് ഡോർ അടച്ച് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇടത് താഴോട്ട് ഇട്ടിട്ട് നമ്മൾ സീറ്റിന് ആ ലിവർ പൊക്കിയിട്ട് മുന്നോട്ടും പുറകോട്ടും ഒന്ന് നിറങ്ങിയാൽ നമ്മുടെ ആവശ്യം കണക്കാക്കി സീറ്റ് മുമ്പോട്ട് വരുന്നതാണ്. അത് എത്രത്തോളം മുന്നോട്ട് വരണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ റിസ്റ്റ് താഴോട്ട് ഇങ്ങനെ ഈ അവസ്ഥ എത്തുന്നത്, റിസ്റ്റ് മടങ്ങി ഇങ്ങനെ കിടക്കുന്നവരെയാണ് കൊണ്ടുവരേണ്ടത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ കൈ വെച്ച് ഗിയർ കൺട്രോളിങ്, സ്റ്റിയറിംഗ് കൺട്രോളിങ്, അതുകൂടാതെ നമ്മുടെ ഫുഡ് കൺട്രോൾസ്, അതായത് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഇതൊക്കെ നമ്മൾ നല്ല സുഖമായിട്ട് കൃത്യതയോടെയും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിസ്റ്റൻസാണിത്. തന്നെയുമല്ല, നമുക്ക് നമ്മുടെ കൈ കൂടുതൽ ചുരുങ്ങി ഇങ്ങനെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പ്രയാസം ഉണ്ടാവും, നീട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നതിനും പ്രയാസം ഉണ്ടാവും. ഇതെല്ലാം പരിഹരിക്കപ്പെട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു യുണീക്ക് സ്റ്റൈലാണ്. നമ്മൾ ഈ രീതിക്ക് കൈ കൊണ്ടുവരുന്ന രീതിയിൽ സീറ്റ് അടുപ്പിച്ചാൽ ഇത്ര അകലത്ത് സീറ്റ് ഇട്ടാൽ ശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടും. സീറ്റ് ബെൽറ്റ് നമ്മൾ വലിച്ച് ഇടുക. ശേഷം നമ്മൾ മിറർ ചെക്ക് ചെയ്യുക, മിറർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മിറർ അഡ്ജസ്റ്റ് ആണല്ലോ. 3 മിററാണുള്ളത്. റൈറ്റ് സൈഡ് വ്യൂ മിററും, ലെഫ്റ്റ് സൈഡ് വ്യൂ മിററും, റിയർ വ്യൂ മിററും. അത് റൈറ്റ് സൈഡ് വ്യൂ മിറർ എന്ന് പറയുമ്പോൾ വലതുവശത്തെ പുറകുവശത്തെ കാഴ്ചകൾ കാണാൻ, അത് നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽ കാണുന്ന നിലയ്ക്ക് നമ്മൾ അത് സെറ്റ് ചെയ്യണം. നമ്മൾ കുനിഞ്ഞ് നോക്കാതെ, നിവർന്ന് നോക്കാതെ, സീറ്റിൽ കംഫർട്ടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കാണാം. അതായത് നമുക്ക് പെരിഫറൽ വിഷനായിട്ട്, അതായത് നമ്മുടെ കടക്കണ്ണിലൂടെ നമുക്ക് ഈ മിററിലുള്ള ചലനങ്ങൾ, നമ്മുടെ മുന്നോട്ടാണ് നോട്ടമെങ്കിൽ പോലും നമ്മുടെ ചലനങ്ങൾ ഈ 3 മിററിലൂടെ നമുക്ക് ഫീൽ ചെയ്യണം, ദൃശ്യമാകണം. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം റൈറ്റ് സൈഡ് വ്യൂ മിറർ ഈ നോബ് പിടിച്ച് തിരിച്ച് കറക്റ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. റിയർ വ്യൂ മിറർ നമ്മൾ ബാക്കിലെ ഗ്ലാസ് കാണുന്ന രീതിക്ക് ചെയ്യണം. അപ്പോൾ റിയർ വ്യൂ മിറർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിരലുകൾ ഇതിനകത്ത് പതിയാത്ത രീതിയിൽ വേണം നമ്മൾ അതിൽ പിടിച്ച് കറക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ മിറർ നമ്മൾ ഈ നിലയ്ക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ ന്യൂട്രൽ ചെക്ക് ചെയ്യുക. ന്യൂട്രൽ ചെക്ക് ചെയ്താൽ നമ്മൾ മുന്നോട്ടും പുറകോട്ടും ഓരോ ഗിയർ ഇട്ട് തന്നെ നോക്കണം. അല്ലാതെ നമ്മൾ ഈ പ്ലേ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അത് ഈ ഏതെങ്കിലും ഒരു ഗിയറിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെന്ന് നോക്കി ഉറപ്പിച്ച് ഈ ഇടഭാഗം ഈ സ്പ്രിങ് ആക്ഷനിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ ഇഗ്നീഷൻ കീ ഓൺ ചെയ്യുക. ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന മാതിരിയുള്ള ലൈറ്റുകളെല്ലാം കത്തിക്കിടക്കും. വാണിംഗ് ലാംപ്സ് ആണ് അതൊക്കെ. നമ്മുടെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാണിംഗ് ലാംപ്സാണ്. അത് ഇടത് സൈഡിൽ ആദ്യമേ ഒരു കാറിൻ്റെ പടത്തിൽ ഒരു താഴിട്ട് പൂട്ടിയിരിക്കുന്നുണ്ട്. അതാണ് എൻജിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതിന് തൊട്ട് താഴെ സ്റ്റിയറിങ്ങും ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ട്. അത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് കത്തും. പിന്നെ ഇപ്പോഴും മുകളിൽ ചുവപ്പ് ഒരു ഓയിൽ ഡ്രോപ്പ് ചെയ്ത് വീഴുന്ന ഒരു ഓയിൽ ക്യാനുമായിട്ടൊരു സിമ്പലുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഓയിലിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് അവിടെ അത് കത്തുന്നതും ഉടനെ എത്രയും പെട്ടെന്ന് നമ്മൾ വാഹനം, ഇതിലേത് സംഭവങ്ങൾ കണ്ടാലും നമ്മൾ വാഹനം എത്രയും പെട്ടെന്ന് ഒതുക്കി നിർത്തുക, എഞ്ചിൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. തൊട്ട് താഴെ കാണുന്നത് ബാറ്ററിയുടെ ചാർജിങ്ങോ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾട്ടർനേറ്ററിന് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതും തെളിഞ്ഞാണ്. പിന്നെ തൊട്ട് താഴെ വീണ്ടും എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫെയിലിയറിൻ്റെ ആണ് അടുത്ത താഴത്തെ ഒരു സംഭവം കാണുന്നത്. പിന്നെ താഴത്ത് കാണുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെയാണ്. ഹാൻഡ് ബ്രേക്ക് റൗണ്ടിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണിക്കുന്നത്. നമുക്ക് ഇഗ്നിഷൻ ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ എക്സ്ക്ലമേഷൻ മാർക്ക് അതേപോലെ നിൽപ്പുണ്ട്. അത് ആലോചിക്കണം നമ്മൾ. അത് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്ന സാധനത്തിൻ്റെ സിമ്പിളാണ്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, അത് ഹാൻഡ് ബ്രേക്ക് താഴ്ത്തി കഴിഞ്ഞിട്ടും ആ ലൈറ്റ് തെളിഞ്ഞു കിടന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിന് അളവ് കുറവ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ന്യൂട്രലാക്കി, പിന്നെ ഇഗ്നിഷൻ ഓൺ ചെയ്തു, എൻജിൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്തു. ഫസ്റ്റ് ഗിയർ ഇടുക എന്ന് പറയണ്ട, ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്തു. ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് കാല് ആക്സിലേറ്ററിലോട്ട് ചെന്നതിന് ശേഷം ഇടത് കാലം മെല്ലെ ലൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻജിനും വീലും, അതായത് എൻജിനും ഗിയർ ബോക്സുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ വരുമ്പോൾ ഒരു ചെറിയൊരു ഷിവറിങ് പോകും, അതായത് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയും. ആ ബൈറ്റിംഗ് പോയിന്റ് വരുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്യുക, നമ്മൾ ബാക്കിയുള്ള ഗിയർ മാറി മുന്നോട്ട് പോവുക. ഈ സമയത്ത് മാറിപ്പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് MSM എന്നുള്ള സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം. അതായത് മിറർ, സൈഡ് ഇൻഡിക്കേറ്റർ, മാനുവൽ എന്നുള്ള സിസ്റ്റം പാലിച്ചുകൊണ്ട് മുന്നോട്ട് വാഹനം ഓടിച്ച് പോകുക എന്നുള്ളതാണ്.
ഇതാണ് നമ്മൾ ആഫ്റ്റർ സിറ്റിംഗ് ദ സീറ്റ്. ഈ സീറ്റിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ക്രമം അനുസരിച്ച് വേണം നമ്മൾ വാഹനം കൈകാര്യം ചെയ്യാൻ. അതായത് നമ്മൾ വാഹനത്തിൽ കയറിയിരിക്കുന്നു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു, മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ന്യൂട്രൽ ചെക്ക് ചെയ്യുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ സെലക്ട് ചെയ്യുന്നു, ക്ലച്ച് ചെയ്യുന്ന കാല് പതുക്കെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ എഞ്ചിനും ഗിയർ ബോക്സായിട്ട് ആ കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു ടോർക്ക് വരുന്ന ആ സംഭവം എന്ന് വെച്ചാൽ ബൈക്കിംഗ് പോയിന്റ് ആ വശം വരുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. MSM എന്ന സിസ്റ്റം അനുസരിച്ച് മിറർ സൈഡ് മാനുവർ എന്ന സിസ്റ്റം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് കണ്ടാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ്.